അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്. കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും
ഫിസ്റ്റുല രോഗികളും അർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുമുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ജെറമ്യാ 1:6 എടുത്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ്. ഞാൻ ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചില്ലേ? ആരെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ദൈവത്തോട് പറയണത്. എന്നെ അയച്ചിട്ട് കാര്യമില്ല, ഞാനൊരു പാവമാണ്, ഞാനൊരു ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല, എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു. ലക്ഷ്യം മാറി. കർത്താവിന് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, നീ ബാലനാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. കൽപ്പിക്കണം എന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. കർത്താവാണിത് പറയുന്നത്. അത് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അതിരത്തിൽ സ്പർശിച്ചു, അരുളി ചെയ്തു. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. എന്തൊരു വർത്തമാനം! ഇതൊക്കെ ഇന്ന് നടക്കണ കാര്യമാണ്. കർത്താവ് വന്ന് നാവിൽ തൊടും. അപ്പം ഈ ഐസയായിൽ നാവിൽ കനൽ കൊണ്ട് തൊടുന്നു, ജെറമ്യായിൽ നാവിൽ കൈ കൊണ്ട് വിരൽ കൊണ്ട് തുടർന്ന്. അപ്പോൾ ഇതിന് എന്താണ് ഐസയായിൽ പറയണത്? നീ അശുദ്ധനെന്ന് നിന്നെ വിളിക്കരുത്, നീ പിഴുത് എറിയാനുള്ളവരാണ്, പണിതുയർത്താനുള്ളവരാണ്. അപ്പോൾ എന്താണ് ഈ നാവിൽ തൊടണമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ കുടിൽ കൊണ്ടെടുത്ത് കനൽ കൊണ്ട് തൊടുകയാണ്. എന്താ സംഭവം? നാവിൽ തൊടണേ എന്താണ്? ശരിക്കും അത് തന്നെയാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കനൽ തൊട്ടപ്പോൾ ശുദ്ധി ഉണ്ടായില്ലേ ഏശയ്യാക്ക്? കനലെന്ന് പറഞ്ഞാൽ എന്താണ്? ജെറമ്യാ പറയും അത് വചനമാണ് നിക്ഷേപിക്കണമെന്ന്. ആ വചനം തന്നെയാണ് നമ്മൾ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണത്. ഈ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വചനത്തെക്കുറിച്ചാണ് യോഹന്നാൻ 15:3 പറയണത്. ഞാൻ നിന്നോട് പറഞ്ഞ വചനം നിമിത്തം നീ വിശുദ്ധിയുള്ളവനായിരിക്കും. അപ്പോൾ വചനാധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ ഉടമ്പടി സഹായിക്കും. നമ്മൾ ഒരേ സമയം ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരാകും. അപ്പം നമ്മൾ ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരും ആകുന്നതിന് വേണ്ടി ആയിരിക്കണം ഉടമ്പടിയുടെ ലക്ഷ്യം. അതായിരിക്കണം ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ നിയോഗം. ആ നിയോഗം നമ്മൾ നെഞ്ചിലേറ്റി കഴിയുമ്പോൾ ബാക്കിയുള്ള ദൈവമെല്ലാം ബാക്കിയുള്ളവരാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബെനിഷ ജോൺ. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയം പള്ളം ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ മാതാപിതാക്കളിലൂടെയാണ്. എൻ്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയും ശ്വാസം മുട്ടലും വരുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ വഴിയാണ് അതൊക്കെ സുഖപ്പെടുത്തിയിരുന്നത്. കൃപാസനത്തിലെ തൈലം ഉപയോഗിച്ചും കൃപാസനത്തിലെ ഉപ്പ് കൊടുത്തുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അതിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടിയിരുന്നത്. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. പക്ഷേ ഞാൻ ആ ടൈം എടുത്തില്ലായിരുന്നു. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് അപ്പോൾ തോന്നിയിരുന്നു. അത് പാലിക്കണം, അത് പാലിച്ചില്ലെങ്കിൽ അത് വലിയൊരു പാപമാണെന്ന് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അത് എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ല എന്നൊരു ഭയം കൊണ്ടായിരുന്നു ആ ടൈം ഞാൻ വന്ന് എടുക്കാതിരുന്നത്. അപ്പോൾ ഞാൻ 12th കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ B2 എക്സാം ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാം WWBW എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ എക്സാം ആയിരുന്നു. 2 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക്
1-2 മാർക്കിൽ ആ എക്സാം പോയി. ആ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു 2 എക്സാമും ഞാൻ 2 തവണ എഴുതിയിരുന്നത്. പക്ഷേ അതെനിക്ക് 1-2 മാർക്കിൽ അത് പോയി. അതിനുശേഷം ഞാൻ ആ എക്സാം കളഞ്ഞിട്ട് ഞാൻ ടെൽക്ക് എക്സാം എഴുതി. ടെൽക്ക് B2 എക്സാം ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ ടെൽക്ക് എഴുതുന്നതിന് മുന്നേയും ഞാൻ കൃപാസനത്തിൽ വന്നു. പക്ഷെ ഞാൻ ഉടമ്പടി ആ ടൈമും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതാൻ പോയി. ഞാൻ കൊച്ചിയിലായിരുന്നു എഴുതിയിരുന്നത്. ഫസ്റ്റ് ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒരുമിച്ചായിരുന്നു എഴുതിയിരുന്നത്. ആ ടൈം എനിക്ക് റൈറ്റിംഗ് കിട്ടിയില്ല, സ്പീക്കിംഗ് കിട്ടി. പക്ഷേ സ്പീക്കിങ്ങിൽ ഞാൻ എന്ത് പറഞ്ഞെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ആ ടൈം എനിക്ക് പകരം അവിടെ സംസാരിച്ചിരുന്നത് മാതാവായിരുന്നു. സ്പീക്കിംഗ് പാസ് മാർക്ക് 45, പക്ഷേ ഞാൻ ജയിച്ചിരുന്നത് 55 മാർക്കിലായിരുന്നു. റൈറ്റിംഗ് ആ ടൈം എനിക്ക് കിട്ടിയില്ലായിരുന്നു. രണ്ടാമത് ഞാൻ പോയി റൈറ്റിംഗ് എഴുതി. റൈറ്റിംഗ് പാസ് മാർക്ക് 135 എനിക്ക് കിട്ടിയിരുന്നത് 169. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല മാർക്കായിട്ടായിരുന്നു ഞാൻ പാസ്സായിരുന്നത് B2 ജർമ്മൻ ലാംഗ്വേജ് എക്സാം. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആ ടൈം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. മാതാവിനോട് ഞാൻ പണ്ടേ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ടൈമും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി. ഞാൻ B2 ജർമ്മൻ ലാംഗ്വേജ് എക്സാം പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൊച്ചി VFSൽ അപ്ലൈ ചെയ്തു. അവിടെ 1 മാസത്തിനുള്ളിൽ വിസ വരേണ്ടതായിരുന്നു. മാക്സിമം 25 ദിവസം എടുക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത പകുതി പിള്ളേർക്കും വിസ ഡിസ്പാച്ചായെന്ന് മെസ്സേജ് വന്നു. എനിക്കും 2-3 പിള്ളേർക്കും മാത്രമേ വിസ ഡിസ്പാച്ചായെന്ന് മെയിൽ വരാതിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ കൃപാസനത്തിൽ വരുമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞു, അന്നും പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വേണ്ട, അതെന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യം എടുക്കുന്നത് അത് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും മാതാവിനോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. ഞാൻ ബസ്സിൽ വരുന്ന വഴിക്ക് എനിക്ക് തന്നെ തോന്നി, ഇത്രയും വഴി നടത്തിയ മാതാവിന് ആ ഉടമ്പടി പാലിക്കാനും എന്നെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാനായിട്ട് തന്നെ മനസ്സ് വെച്ച് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ജൂൺ 19, 2026 കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ദേവാലയം വിട്ട് പുറത്തിറങ്ങിയതും എനിക്ക് വിസ ഡിസ്പാച്ചായെന്ന് മെയിൽ വന്നു. അങ്ങനെ വിസ ഡിസ്പാച്ചായെന്ന് മെയിൽ വന്ന് മാതാവ് എന്നെ സഹായിച്ചു ആ ടൈം. അതിനുശേഷം പുറത്ത് പോകാനായിട്ട്, ജർമ്മനി പോകാനായിട്ട് എത്ര ടോട്ടൽ എക്സ്പെൻസ് ആകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിനു മുന്നേ അച്ഛനും അമ്മയും പൈസ 2-3 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഞങ്ങൾക്കൊരു മറുപടിയും തന്നില്ല. അപ്പോൾ അങ്ങനെ ആ ടെൻഷനിലിരിക്കുന്ന സമയം ഒരു ചിലവും കൂടാതെ ഞാൻ സെലക്റ്റായ ക്യാമ്പസിലുള്ളവർ തന്നെ എനിക്ക് ടിക്കറ്റിനുള്ള എല്ലാ ക്യാഷും എൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ചിലവും അവർ തന്നെ ഏറ്റെടുത്ത് ഒരു തടസ്സവും കൂടാതെ നാളെ ഞാൻ ജർമ്മനിയിലേക്ക് പോകും. പിന്നെ ഇതിന് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഈ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്നീ 10 പുസ്തകവും 10 കാശുരൂപവും ആശുപത്രിയിലെ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൃപാസനത്തിലെ പത്രം ആശുപത്രിയിലെ രോഗികൾക്കും വീട്ടിലെ അടുത്തുള്ളവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ട് അത്ഭുതമാത ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ പുറത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക് മാസത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതത്തിലോട്ട് നയിക്കാൻ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ കുർബാന കൂടും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും. ഇത്രയും സഹായിച്ച ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് ഹൃദയാഭിലാഷം ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ പ്രാർത്ഥനയും വിശ്വാസവും പ്രവർത്തനയിലും നമ്മൾ ചേരുമ്പോൾ
നമ്മുടെ ജീവിത പദ്ധതികൾക്ക് ഒരു പുത്തൻ ദൈവിക ദിശയാണ് ഉടമ്പടിയിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ട്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ബെനിഷ ജോൺ എന്ന മകളുടെ സാക്ഷ്യവും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഈ മകളുടെ ഹൃദയാഭിലാഷം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായത്. ആദ്യം അച്ഛനും അമ്മയും ഉടമ്പടിയിലായിരുന്നു. ഈ അച്ഛനും അമ്മയും പല പ്രാവശ്യം മകളോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ. പക്ഷെങ്കിൽ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ബുദ്ധിമുട്ടിൽ മകൾ ഉടമ്പടി എടുത്തില്ല. പല പ്രാവശ്യവും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ മകൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു പോയി. പിന്നീട് ഈ മകൾക്ക് B2 എക്സാം പാസ്സായി. പക്ഷെങ്കിൽ വിസ ഒന്നും പ്രൊസീഡിങ് ആവുന്നില്ല. വീണ്ടും അച്ഛനും അമ്മയും പറഞ്ഞു, മോളെ നിനക്ക് 18 വയസ്സായി, എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്ക്, എങ്കിലേ കാര്യം ശരിയാവൂ. അങ്ങനെയാണ് ഈ മകൾ പിന്നീട് പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് ഈ മകൾക്ക് മെയിൽ വരുന്നത് വിസ അടിച്ചതായിട്ട്. അത് ഈ മകൾ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെ എല്ലാ കാര്യവും ഈശോയും അമ്മയും ചേർന്ന് നിന്നപ്പോൾ ഈ മകളുടെ ഒരു വലിയ ഹൃദയാഭിലാഷമാണ് സാധിച്ചു കൊടുത്തത്. അത് തന്നെയുമല്ല, ടിക്കറ്റിന് പോകേണ്ട എമൗണ്ട് നോക്കിയപ്പോൾ വളരെ എക്സ്പെൻസീവാണ്, കയ്യിലൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ഈ ഉടമ്പടി എടുത്ത അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകളുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ അപ്ലൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എല്ലാ ടിക്കറ്റിൻ്റെ എല്ലാം ക്ലിയറാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം ടിക്കറ്റും എല്ലാം വന്നു. നാളെ രാവിലെ ജർമ്മനിക്ക് നഴ്സിങ്ങിന് വേണ്ടി പോവുകയാണ്. അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം നടത്തി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞിട്ട് വേണം നാളെ പോകുവാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ കുടുംബം വന്നിരിക്കുന്നത് ജസ്റ്റ് ടു സേ താങ്ക്സ് ടു ജീസസ് ആൻഡ് മദർ മേരി. തന്നെയുമല്ല, ഈ മകളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാരുണ്യ പ്രവർത്തികളായിട്ടും ഓരോ കാര്യം ചെയ്യുമ്പോഴും ആരോ ഒരു വ്യക്തിയിൽ കൂടെ അറിയുകയാണ്, കൃപാസനം പത്രത്തിൻ്റെ കൂടെ ഇവിടുന്ന് മേടിക്കുന്ന ഒരു പുസ്തകം, അതായത് അനുഗ്രഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന പുസ്തകം വാങ്ങിച്ച് ഈ മകൾ തന്നെ സ്വയം തീരുമാനിച്ചതാണ്. അങ്ങനെ കൃപാസനം പത്രത്തിൻ്റെ കൂടെ കാശുരൂപവും ഫാദർ VP ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്ന പുസ്തകവും അതിൻ്റെ കൂടെ മേടിച്ച് മറ്റുള്ളവർക്ക് കൃപാസനത്തെപ്പറ്റി പറഞ്ഞ് ആ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ്. അവിടുത്തെ ഒരു വിശേഷവിധിയായിട്ട് ഈ മകൾ തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. ആരും പറഞ്ഞിട്ടല്ല, ആരോ ഒരു വ്യക്തിയിലൂടെ അറിഞ്ഞതാണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ കൂടുതൽ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഈ മകൾ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ആത്മീയമായിട്ടും കുടുംബം എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടിയിലുള്ള ഒരു കുടുംബമാണ്. ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഹൃദയാഭിലാഷങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുറപ്പാണ്. ജോബിൻ്റെ പുസ്തകം 22-28 പറയുന്നത്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശമാക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അത് തന്നെയാണ്, പാദങ്ങളെ പ്രകാശമാക്കുന്ന, നമ്മുടെ ജീവിതത്തിന് ഒരു ഉണർവ് നൽകുന്ന, പ്രത്യേകിച്ചും ആത്മീയ ജീവിതത്തിന് ഉണർവ് നൽകുന്ന ഒരു ആത്മീയ ബന്ധമാണ് കൃപാസനം മരിയൻ ഉടമ്പടി. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന തീരുമാനം ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ വ്യക്തവും പ്രത്യാശയും പുതിയ വഴികളും തുറന്നു തരുന്ന ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാർത്തിയ ഈശോയ്ക്കും ദേവമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സനിത. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14/7/2023 ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായത് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു കൃപാസന പത്രം ലഭിക്കുകയും അതുവഴി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് എൻ്റെ നിയോഗം സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് അലർജി അസുഖങ്ങളുണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ നല്ല തുമ്മൽ, ചുമ, കഫക്കെട്ട്, പനി, സ്കിൻ റാഷസ്, എപ്പോഴും എനിക്കിത് ഇടവിട്ട് വരികയും 15 വയസ്സ് മുതലാണ് എനിക്കിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്ക് 36 വയസ്സായി. എന്നാലും എനിക്ക് ഇത് മരുന്ന് കഴിക്കും, മാറും, പക്ഷെ പിന്നെ ഇത് ഇടവിട്ട് വരികയും ഇത് ഭയങ്കരമായിട്ട്
ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നെ കണ്ണിലാണെങ്കിലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണിൽ പൊടി പോകുന്ന അവസ്ഥ, കണ്ണ് ചൊറിയുക, കണ്ണിൽ ചുവന്ന് കലങ്ങുന്ന അവസ്ഥ, എപ്പോഴും തുമ്മുക, ജലദോഷം, മൂക്കിൽ പിടിക്കുകയാണെങ്കിൽ കുറേ തുണീൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് അതും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ചൊല്ലായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് അലർജി സംബന്ധമായ അസുഖം കൂടി വരികയും ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് ഇടവിട്ട് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അവസ്ഥ മോശമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട, മരുന്ന് നിർത്തിക്കോ, ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് എടുത്താലും എനിക്ക് ഈ സ്കിൻ ഡിസീസ് കൂടി വന്നു. ചൊറിച്ചിലാണ് മെയിനായിട്ട്. അത് പ്രൈവറ്റ് പാർട്സിൽ പലതരത്തിലും, തലയിൽ വരെ ചൊറിച്ചിൽ, കണ്ണിൻ പീലി, മൂക്ക് ചൊറിച്ചിൽ, വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥ കൂടി വന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ജനലിൽ ഒരു സിൽവർ ഗ്രേ കളറിൽ ഒരു വെളിച്ചം കാണുകയും അത് ആദ്യം മിന്നാമിനിങ്ങിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. അത് കൂടി വന്ന് എൻ്റെ കൈപ്പത്തീൻ്റെ വലിപ്പം വരെ എത്തുകയും ചെയ്തു. എങ്കിലും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാൻ ഉടമ്പടി എടുക്കാനോ ഇവിടെ വരാനോ അതിനെക്കുറിച്ച് ആലോചിച്ചേ ഇല്ല. പക്ഷേ പിറ്റേ ദിവസം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിട്ടിൽ ആരും ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു, കൃപാസനത്തിൽ പോ. അതൊരു ശാസനയോടെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ നടയിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതാണ്. അതേമാതിരി തന്നെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര ഹീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയം ഉണ്ടായിരുന്ന ചൊറിച്ചിൽ അതെവിടെ പോയിന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ആ സമയത്ത് ഗ്യാസ്ട്രിക് പ്രശ്നം, എനിക്ക് ഒരു ഫുഡ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതും എനിക്ക് അപ്പം തന്നെ മാറിക്കിട്ടി. എൻ്റെ മേത്തൊരു തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. അന്ന് വൈകുന്നേരം ഞാൻ പോയി കുമ്പസാരിച്ചു. അന്ന് രാത്രി ഞാൻ എല്ലാ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. ഉപ്പിട്ട് വെള്ളം ഞാൻ കുടിച്ചു. എല്ലാ കയ്യിലും മേത്തും എവിടെയൊക്കെ എനിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നോ, ചോർച്ചിലുണ്ടായിരുന്നോ അവിടെയൊക്കെ ഞാൻ പുരട്ടി. എൻ്റെ മക്കൾക്കും ഞാനത് യൂസ് ചെയ്തു. അന്നത്തെ രാത്രി എനിക്ക് ഭയങ്കര അനുഭവമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വയറ് കലങ്ങി മറിയുന്നൊരു വലിയൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് നന്നായിട്ട് വൈബ്രേഷൻ അനുഭവപ്പെടുകയും നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ കാലിൽ വെരിക്കോസിസ് വെയിനും ഉണ്ടായിരുന്നു. കാലിന് നരമ്പ് തടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ ഈ തൈലം പുരട്ടിയായിരുന്നു. ആ സമയത്ത് കാലും ഒക്കെ നല്ല വേദനയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഉറങ്ങിപ്പോയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം എനിക്ക് 75% എൻ്റെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിമുക്തിയായതായിട്ട് എനിക്ക് തന്നെ മനസ്സിലായി. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. ഇപ്പോഴും അലർജി സംബന്ധമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ മക്കൾക്കും മാതാവ് ഈ നേർച്ച വസ്തുക്കളിലൂടെ പൂർണ്ണ രോഗസൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് ഞാൻ 2010 B.Ed പാസ്സായത്. ആ പാസ്സായ സമയത്ത് എനിക്ക് കേട്ടറ്റ് എക്സാം ഞാൻ എഴുതാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. 10 തവണയോളം ഞാൻ കേട്ടറ്റ് എക്സാം എഴുതി. ഹൈസ്കൂളിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് അത് ഭയങ്കര ടഫായിരുന്നു. എനിക്കത് എഴുതിയെടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഞാനിവിടെ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ എനിക്ക് കേട്ടറ്റ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പോകുകയും എൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരിശ് വരയ്ക്കുകയും ഉപ്പിടുകയും പ്രാർത്ഥിക്കുകയും കാശ് രൂപം കൊണ്ട് എൻ്റെ ആൻസർ ഷീറ്റിലും കുരിശ് വരച്ച് ഞാൻ എക്സാം എഴുതി. എത്രയും ഇതുള്ള മാതാവിയും നന്മ തന്നെ മറിയും ചൊല്ലിയാണ് ഞാൻ കേട്ടിട്ട് എക്സാം എഴുതിയത്. അതിൽ 2 ഓപ്ഷൻസ് എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് നോക്കുമ്പോഴേ എനിക്ക് 2 ഓപ്ഷൻസ് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. അതായത് 2 ആൻസേഴ്സ് എനിക്ക് വരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ഞാൻ എൻ്റെ മനസ്സിൽ നിരൂപിക്കുന്ന ആൻസറും രണ്ടാമത്തെ എനിക്ക് മാതാവ് പറഞ്ഞു തന്ന ആൻസറുമായിരുന്നു. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ഞാൻ രണ്ടാമത് മാതാവ് പറഞ്ഞു തന്ന ആൻസറാണ് ഞാൻ എല്ലാത്തിലും ബബിൾ ചെയ്തത്. അതുകൊണ്ട് ആ മാതാവ് പറഞ്ഞു തരുന്ന എല്ലാ ആൻസറും ഞാൻ ബബിൾ ചെയ്തുകൊണ്ട് എനിക്ക് കേട്ടൻ്റെ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു. ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി.
അടുത്ത സാക്ഷ്യം, എൻ്റെ മകള് 7ാം ക്ലാസ് വരെ ICSE ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ 8th ഞങ്ങൾക്ക് ഇവിടെ കേരള സിലബസിലേക്ക് മാറ്റണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിലേക്ക് അവൾക്ക് ഞങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ അവിടെ 300ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. 65 കുട്ടികൾക്ക് മാത്രമേ അവിടെ സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അവർ. അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റേക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ലൈറ്റേക്കാൻ്റെ പ്രയറും ഇട്ട് പ്രാർത്ഥിച്ചു. മോക്ക് അവിടുത്തെ അച്ഛനെ ഞങ്ങൾ കാണാൻ ചെന്നതും ആ അച്ഛൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി മോൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി തരികയും ചെയ്തു. അതേമാതിരി തന്നെ ഇവൾ 10th എക്സാം എഴുതുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ട്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്കത് വളരെയധികം കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ട്യൂഷന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ട്യൂഷൻ ഒഴിവാക്കി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കുക, രാവിലെ പ്രദക്ഷിണ പ്രാർത്ഥനയും വൈകുന്നേരം ചെല്ല് ബൈബിളും വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളത് ചെയ്തു. വീട്ടിലിരുന്ന് പഠിച്ചു, എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും മോഡൽ എക്സാമിൻ്റെ സമയത്തും പബ്ലിക്കിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ടഫായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. എക്സാം ഭയങ്കര ടഫായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ അപ്പോഴും ഇവളെ പള്ളിയിൽ കൊണ്ടുപോവുകയും രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയും രാവിലെ പോകുന്ന സമയത്ത് 5:30 ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക. പിന്നെ അതേസമയം തന്നെ ഇവൾക്ക് ഞാൻ കുരിശ് വരച്ച് കൊടുക്കുകയും ഉപ്പിട്ട വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എക്സാമിന് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ജോസഫ് അച്ഛനെ കണ്ട് എനിക്ക് ഇവളെ ആശീർവദിപ്പിക്കണമെന്നും കാശ് രൂപം ഇവൾക്ക് കൊടുത്ത് വിടണമെന്നും. പക്ഷേ എനിക്ക് ആ സമയത്ത് കൃപാസനത്തിലേക്ക് വരാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനും സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അച്ഛൻ അനുഗ്രഹം വാങ്ങാൻ സാധിക്കുന്നില്ല. നീ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോണേ, അവളെ കൊണ്ട് പരീക്ഷ നീ തന്നെ എഴുതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം ഞാൻ ഞായറാഴ്ച എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയപ്പോൾ അവിടെ മുകളിലത്തെ നിലയിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടുത്തെ ജനലിൻ്റെ സൈഡിൽ ഒരു കൃപാസനം കാശുരൂപം, അത് ഓവൽ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. ഓവൽ ഷേപ്പിലെ കൃപാസനം കാശുരൂപമാണ് ജനലിൽ വെച്ചിരുന്നു. അത് ആരോ കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെയാണ് അവിടെ ഇരുന്നത്. അതിൻ്റെ കൊളുത്താണെങ്കിലോ ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത കൊളുത്തും. ഞാൻ നന്നായിട്ട് നോക്കിയിരുന്നു അത് പുതിയ കൊളുത്താണോ അല്ലെങ്കിൽ ആരെങ്കിലും മാലയെന്ന് അറ്റുപോയതാണോ എന്ന്. പക്ഷെ ആയിരുന്നില്ല, അത് ശരിക്കും പുതിയ കൊളുത്ത് തന്നെയായിരുന്നു. അത് ഞാൻ എൻ്റെ മോളുടെ മാലയിൽ കൊളുത്ത് വിട്ട് അവൾ ആ കാശുരൂപം വെച്ചിട്ടാണ് ഇവിടെ പരീക്ഷ എഴുതി. അങ്ങനെ അവൾ ഫുൾ A+ 10th മാർക്ക് വാങ്ങുകയും എല്ലായിടത്തു നിന്നും അവൾക്ക് കൂടുതൽ സമ്മാനങ്ങളും ഒക്കെ നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ അതേമാതിരി തന്നെ ഇവള് കൊക്കോ എന്ന് പറഞ്ഞൊരു സ്പോർട്സിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ടീം വളരെയധികം മോശമായിരുന്നു. അവളവിടെ കോച്ച് ചെയ്യാനോ നല്ല സാറുമാരോ നല്ലോണം കളിക്കുന്ന പിള്ളേരോ അങ്ങനെ ഒരു നല്ല ടീമായിരുന്നില്ല. ആവറേജ് ഒരു ടീം. പക്ഷെ ഇവർ കളിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരു മത്സരത്തിന് പോയി, സബ് ജില്ലയിലേക്ക് അവർ മത്സരിക്കാൻ. പക്ഷേ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെയാണ് അവർ മത്സരിക്കാൻ പോയത്. അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ മത്സരത്തിന് സമ്മാനം വാങ്ങണം, ഫസ്റ്റ് വാങ്ങണമെന്ന് ഇവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവൾ കളിക്കുന്ന സമയത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, എത്രയും നീളം മാതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര മഴയും ഉള്ളൊരു ദിവസമാണ്. ആ ഗ്രൗണ്ട് മുഴുവനും നിറച്ച് വെള്ളവും ചെളിയും ഒക്കെയാണ്. അപ്പോൾ ഇവർ കളിക്കുന്നതും ആ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് ഇവൾക്കൊരു ബ്രൗൺ കളർ കൊന്ത കിട്ടുകയും അവൾ ആ കൊന്ത എടുത്തപ്പോൾ ആ കൊന്തയിൽ ഒരു ചെളിയോ ഒരു മണ്ണോ തലേ ദിവസത്തെ മഴയോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവൾക്ക് അത് മാതാവ് അപ്പം തന്നെ കൊടുത്തതാവാനായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കൊന്ത വെച്ച് അവൾ കളിക്കുകയും അവർക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് ലഭിക്കുകയും ജില്ലാ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ക്ലീൻ ചെയ്യാൻ പോകും. അവർക്ക് അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അവരോട് സംസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ബസ് സ്റ്റാൻഡുകളിലൊക്കെ പത്രം കൊടുക്കുക. പിന്നെ ക്രൈസ്തവരായവരോട് പറയുക ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എനിക്ക് ലഭിച്ച രോഗസൗഖ്യം അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും.
സാക്ഷ്യങ്ങൾ കാണും. അത് നമ്മൾ ഷെയർ ചെയ്തും സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. വചനം വായിക്കും. വചനം പഠിക്കാനും നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ വചനങ്ങളും പഠിക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടിയില്ലെങ്കിലും എല്ലാം വിടാതെ കൂടാറുണ്ട്. കുമ്പസാരം 2 ആഴ്ചയിലൊരിക്കൽ നടത്താറുണ്ട്. ഇത്രയും ചെയ്തെന്ന ദേവമാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവിടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സനിത AS കോഴിക്കോട് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുക, തന്നേറെ നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന അലർജി സംബന്ധമായ എല്ലാ രോഗങ്ങളും അത് പൂർണ്ണമായിട്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൂടിയാണ് കൊണ്ടു നടക്കി ചെയ്തത്. എന്നാൽ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെ പരിശുദ്ധമായ അനുഗ്രഹമെന്നോണം തനിക്കൊരു വലിയ രോഗസൗഖ്യത്തിലേക്കാണ് താൻ കടന്നു വന്നുള്ളൊരു വലിയ ബോധ്യത്തോടു കൂടി തനിക്കത് അനുഭവിക്കുകയും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധമായ അനുഗ്രഹമെന്നോണം അത് പൂർണ്ണമായിട്ടും അസുഖങ്ങൾ മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് ബി എഡ് പാസ്സതിന് ശേഷം കേറ്ററ്റ് ഹൈസ്കൂളിലേക്ക് വേണ്ടിയിട്ട് അത് പലതവണ ട്രൈ ചെയ്തെങ്കിലും അത് പലതവണ ഫെയിലാവുകയാണ് ചെയ്തെന്നാൽ പരിശുദ്ധമായി ചേർന്നുകൊണ്ടും ഉടമ്പടി നിറച്ച വസ്തുക്കളും വിശ്വാസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കേറ്ററ്റ് എക്സാം പാസ്സാകുവാനും പരിശുദ്ധമ്മയിലെ വലിയൊരു അനുഗ്രഹത്തോടെ ഈ കേറ്ററ്റ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ മകളുടെ അനുഭവ സാക്ഷ്യത്തിലാണെങ്കിലും മകൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനും അതോടൊപ്പം തന്നെയാണെങ്കിലും കൊക്കോ ഒരു സ്പോർട്സ് ഐറ്റംസിൽ അത് ജില്ലാതലത്തിൽ 1ാമത്തെ വിജയമായിട്ട് നൽകുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടാകുന്നുള്ളൊരു വലിയ വാക്കുകളിലൂടെയാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്താണെങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും ആ മകളുടെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം കൊടുത്തുവിടുവാനായിട്ടും അത് തനിക്ക് ലഭിക്കുകയുണ്ടായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഇവിടുത്തെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ഈ കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നിരവധിയായ നിയോഗങ്ങളും ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും മാതാവ് ഈ തിരുസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഒരു സാക്ഷിയാക്കി മാറ്റുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ താമസിച്ചു പോയതിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് ഷാലി. ഞാൻ വയനാട് മാനന്തവാടി കണിയാരം കത്തീഡ്രൽ ഇടവകയാണ്. ഞാൻ 2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് കൃപാസനത്തിൽ കൂട്ടിക്കൊണ്ട് വന്നത്. ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കാണുക, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തു. ഞാനത് ഒരു 6-7 മാസം കണ്ടിന്യൂസായിട്ട് ഞാൻ എല്ലാം പാലിച്ചു. രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു, രാത്രിയിൽ പ്രാർത്ഥന ചൊല്ലി. പിന്നെ ഞാനത് ഉഴപ്പി. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാൻ ഉടമ്പടി പത്രിക പോലും ശരിയായിട്ട് വായിക്കാനായിട്ട് എനിക്കൊരു മനസ്സ് വന്നത്. അതിനുശേഷം 1 വർഷം മുമ്പ് എൻ്റെ ഭവനം ഓടിട്ടൊരു വീടായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയതാണ്. എല്ലാം മരവും ജനലും വാതിലും എല്ലാം ചെതല് പിടിച്ചു പോയി. ഒരു രാത്രി 2 മണിയായിട്ടുണ്ടാവും.
ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് മക്കളൊന്നുമില്ല. ഞാനൊരു വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ 2 മണി രാത്രിയായപ്പോൾ എന്തോ ഇടിഞ്ഞു വീഴുന്ന ഒരൊച്ച കേട്ടു. ഞാൻ എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് ചാടി എണീറ്റിട്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലൈറ്റിട്ട് നോക്കി, ഹാളിലും കിച്ചണിലൊക്കെ പോയി നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന ബെഡ്റൂമിൻ്റെ എൻ്റെ തലയ്ക്ക് ഭാഗത്ത് മരവും ഒരു 10-25 ഓടും കൂടി പൊട്ടി വീണത്. എൻ്റെ തലേൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം വന്ന് വീണത്. എന്നിട്ടും എൻ്റെ ദേഹത്തേക്ക് ഒരു കഷ്ണം ഓടോ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം പോലോ വീഴാൻ എൻ്റെ അമ്മ മാതാവ് എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതെൻ്റെ അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓടെല്ലാം വീണ് പോയി. ഞാൻ രാവിലെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ആദ്യം സുരക്ഷിതമായി ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ അയൽവക്കത്ത് എവിടെയെങ്കിലും പോയി കിടക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ നോക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എനിക്കൊരു വീട് പോലും വെക്കാൻ, എനിക്ക് ഒരു ജനൽ പോലും വാങ്ങി വെക്കാൻ എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല. അപ്പം ഞാൻ അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ വീടിൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അത് കഴിഞ്ഞ് അനുഗ്രഹം എന്ന് പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് എൻ്റെ അച്ഛൻ വിളിച്ചു, ചേച്ചിക്ക് വീട് മേൽപ്പര ആംഗ്ലറിങ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഭംഗിയായി നടത്തി തന്നു. അതിനുശേഷം എൻ്റെ വീടിൻ്റെ ജനലും വാതിലെല്ലാം മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതെല്ലാം ചെതല് പിടിച്ചു പോയിരുന്നു. ഒരു തള്ളു കൊടുത്താൽ വാതിലെല്ലാം പോകുമായിരുന്നു. എന്നിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടും എനിക്ക് വിഷമായി. ഞാനിതെന്ത് ചെയ്യും മാതാവേ? എനിക്കൊരു കട്ടില പോലും മേടിച്ച് വെക്കുവാനായിട്ട് എനിക്ക് സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ പണിയെടുക്കുന്ന വീട്ടിൽ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, നിനക്ക് ആ വീടിന് വേണ്ടുന്ന കട്ടിലയും ജനലയും അലമാരിയെല്ലാം ഞങ്ങൾ വാങ്ങിത്തരാം, അത് വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നീ ആക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് എല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് വയ്ക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല, അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വിൻസെൻ്റ് പോൾ സംഘടനക്കാർ എൻ്റെ വീട്ടിൽ വന്നു. അവരതെല്ലാം കണ്ട് നോക്കിയിട്ട് പോയി. എന്നോട് പറഞ്ഞു, ഉറപ്പൊന്നുമില്ല ഷാലി, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, പിന്നെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു പോയി. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്ക് ആരും ഇല്ലാത്തതാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ബാക്കി മെയിൻ്റനൻസ് പണി ചെയ്യാനായിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 30 എനിക്ക് എൻ്റെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് എൻ്റെ വീടിൻ്റെ വിൻസെൻ്റ് പോൾക്കാർ വന്ന വീടിൻ്റെ എല്ലാം ചെയ്തു തന്നു. ബാക്കി എല്ലാ പണിയും ചെയ്തു, പെയിൻറ്റിങ് കഴിഞ്ഞു, സീലിംഗ് അടിച്ചു. അച്ഛനെ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചു. അത് അമ്മ മാതാവിൻ്റെ ഒറ്റയൊരു അനുഗ്രഹം മാത്രമാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത്. അതുകൂടാതെ എൻ്റെ ഒരു ചെറിയൊരു രോഗസൗഖ്യം, എനിക്ക് കൈക്ക് എപ്പോഴും കുഴിനകം വരുമായിരുന്നു. കൈ നനയുന്നത് കൊണ്ടും എൻ്റെ ജോലി വീട്ടുപണിയാണ്. അപ്പോൾ ഈ സോപ്പിൻ്റെയും പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെയൊക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈ എപ്പോഴും പഴുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മരുന്ന് മേടിച്ച് മടുത്തു. ഞാൻ മൈലാഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിട്ട് നോക്കി, എന്നിട്ടൊന്നും എനിക്കത് കുറയുന്നില്ല. ലാസ്റ്റ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ നഖം എടുത്ത് കളയണം, അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ, ഈ നഖം എടുത്ത് കളഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല. അപ്പോൾ അമ്മ മാതാവിൻ്റെ തൈലം ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൈയിൻ്റെ ആ കുഴിനകം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് ഇപ്പോഴും ചെറിയ ചെറിയ നീരൊക്കെ വരുന്നുണ്ട്, വേദനയും ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ പൂർണ്ണമായിട്ടും അമ്മ അത് മാറ്റിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ പത്രം എല്ലാ വീടുകളിലും കൂടെയാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഓരോ വീട് കയറി ഇറങ്ങി ഞാൻ പത്രം വിതരണം ചെയ്യലുണ്ട്. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ വീട് കുറച്ച് ദൂരമാണ്, പള്ളീൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ എൻ്റെ കൂടെ വന്ന ചേച്ചിയും ഞാനും കൂടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അമ്മച്ചിമാരുടെ തുണികളൊക്കെ കഴുകി കൊടുക്കാനും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ആസ്പത്രികളിൽ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാനായിട്ട് ഞാനും ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ദിവസവും പോകാനുള്ള സാഹചര്യമില്ല. ഞായറാഴ്ച ഒരു ദിവസമാണ് എനിക്ക് ലീവുള്ളത്. കഴിയുന്നതും ഞാൻ കാരുണ്യപ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 5 വാക്യം. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശാലി മാനന്തവാടി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഉടമ്പടി എടുക്കുവാനൊക്കെ ആയിട്ടുള്ള സാഹചര്യമുണ്ടായത് വെറുതെ ഒന്ന് മനസ്സിലാക്കി പോകാമെന്നുള്ള ചിന്തയുടെ കൂടെയാണ് വന്നതെങ്കിലും കൂടെയുള്ളവർ ഉടമ്പടി എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉടമ്പടി എടുത്താണ് മുമ്പോട്ട് പോയത്. എന്നാൽ തൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ 3ാമത്തെ പുതുക്കലിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയത്. തൻ്റെ ജീവിതത്തിലെ ഭവന സംബന്ധമായ നിരവധിയായ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇടവക വിചാരിച്ചതിനെ കണ്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും അതൊക്കെ മറ്റുള്ള തീരുമാനിക്കാന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴും അതേ തുടർന്നാണെങ്കിലും വിൻസെൻ്റ് ഇപ്പോഴുന്ന സംഘടനയോടുകൂടി അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴും പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിന് ഈ ഒരു കാര്യത്തിൽ, ഭവനസംബന്ധമായ കാര്യത്തിൽ ഇടപെടണമെന്ന്. അതോടൊപ്പം തന്നെയാണെങ്കിലും താൻ ജോലി ചെയ്ത സ്ഥലത്ത് വീട്ടിലെ ആൾക്കാർ തനിക്ക് ഭവനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാനായിട്ട് സന്നദ്ധരാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ടും തനിക്ക് നല്ല രീതിയിൽ ഭവനത്തെ നല്ല രീതിയിൽ താമസിക്കത്തക്ക രീതിയിൽ അത് മാറ്റിയെടുക്കുവാനായിട്ട് അനുഗ്രഹം ലഭിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാനും അത് താനിട്ട ഡേറ്റിന് 1 മാസം മുമ്പ് തന്നെ ഡിസംബറിലായിട്ട് അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തനിക്ക് ആ ഭവനത്തിലേക്ക് താമസിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ഉടമ്പടിയിലുള്ള വിശ്വാസം തന്നെയാണ് തനിക്ക് എത്താർക്ക് മുമ്പിൽ സാക്ഷിയാകുവാനായിട്ട് പരിശുദ്ധമ്മ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇനിയും ഈ അമ്മയുടെ യാത്രയിൽ പരിശുദ്ധമ്മയെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് ഇനിയും ഈ അമ്മയെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും ആദ്യമായി എൻ്റെ കുടുംബത്തെയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിനും അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഏറ്റുപറയുന്നതിനും തന്ന സാഹചര്യത്തിന് അമ്മയോട് 1000 നന്ദി പറയുന്നു. ഈശോയോടും 1000 നന്ദി പറയും. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം സ്റ്റാർട്ടായത് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി വഴിയാണ്. അതിനു മുൻപ് 2023 ജൂലൈ 2024 ജൂലൈ ഞങ്ങളെപ്പോഴൊക്കെ വെക്കേഷന് വന്നിട്ടുണ്ടോ എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ഞങ്ങളെ വന്ന് ക്ഷണിക്കുകയും കൃപാസനത്തിൽ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും ചെയ്തിട്ടും ഞങ്ങൾ ആ ചാൻസുകളെല്ലാം മിസ് ചെയ്യുകയും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങളൊരു വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങളന്ന് കിട്ടിയ ചാൻസുകളെല്ലാം മിസ് ചെയ്ത് ആ സുഹൃത്ത് കൊണ്ടുവന്ന് തന്ന
ഒരു നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് 2024 വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ കൊച്ചി എയർപോർട്ടിൽ വെച്ചുണ്ടായി. ഹാൻഡ് ലഗേജിലാണ് ഞങ്ങൾ ആ മെഴുകുതിരികൾ വെച്ചിരുന്നത്. അതിവിടെ ബ്ലെസ്ഡ് ആണ്, മാതാവിൻ്റെ തിരികളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ചെക്ക്ഡ് ലഗേജിലേക്ക് വിട്ടില്ല. ഞങ്ങൾ ഹാൻഡ് ലഗേജിൽ വെച്ചിരുന്ന ആ തിരികൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് വാങ്ങി വയ്ക്കുകയും വാക്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. വൈഫ് അവിടെ പോയി എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നുള്ള തിരികളാണ്, ബ്ലെസ്ഡ് ആണ്, ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും വേറെ ആർക്കും, നിങ്ങൾ ഡസ്റ്റ്ബിന്നിൽ ഇത് ഇടരുത്, വേറെ ആർക്കും ഇത് കൊടുക്കരുത്, ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇമ്മീഡിയറ്റായി എയർലൈൻ സ്റ്റാഫിനെ വിളിക്കുകയും ആ സ്റ്റാഫ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആ സുഹൃത്തിൻ്റെ പേര് വർഗീസ് എന്നും ആ സുഹൃത്തിന് കൃപാസനത്തിനെ കുറിച്ച് ഓൾറെഡി അറിയാവുന്നതുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വാങ്ങി അവിടെ വെച്ച് എന്നെയും കൊണ്ട് വീണ്ടും താഴെ കൗണ്ടറിൽ പോയി അവിടെ ഒരു അഡീഷണൽ ലഗേജായി ഒരു ചെറിയ ബാഗിൽ ഈ 2 മെഴുകുതിരികളും വെച്ച് ഞങ്ങൾക്ക് അത് ഷാർജയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ആ സുഹൃത്ത് ചെയ്തു തന്നു. ഒരു അപകടവും കൂടാതെ 2 മെഴുകുതിരികൾ മാത്രമുള്ള ചെറിയ ബാഗ് ഞങ്ങൾക്ക് സേഫായി ഷാർജയിൽ കിട്ടുകയും ഞങ്ങളത് ഉപയോഗിച്ച് പിന്നീട് പ്രേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വൈഫ് ഒരു ലൈറ്റ് പ്രയർ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രേ ചെയ്തിരുന്നു, വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി. അത് പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തിരികൾ കിട്ടി. ഈ തിരികൾ വെച്ച് പ്രേ ചെയ്തതിന് ശേഷം അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുകയും വൈഫിന് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ 10 ഡേയ്സിനുള്ളിൽ ആ ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. 10 ഡേയ്സിനുള്ളിൽ ജോലി ചെയ്യുമ്പോൾ വൈഫ് മുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു അനിഷ്ടക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. മുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനം വൈഫിൻ്റെ പേരിൽ ഒരു വ്യാജ കേസ് കൊടുക്കുകയും ആ കേസിൽ വൈഫ് അവർക്ക് 8,833 ദിർഹം, അന്നത്തെ ഇവിടുത്തെ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് കാണിച്ച് കോർട്ടിൽ ഒരു വ്യാജ കേസ് വൈഫിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഞങ്ങളെല്ലാം വല്ലാത്ത ടെൻഷനിലായി. കാരണം ഉണ്ടായിരുന്ന ജോലിയും പോയി, ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച ജോലിയും പോകുന്നൊരു സിറ്റുവേഷനിലായപ്പോൾ ഞങ്ങളെല്ലാവരും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ ഒരു നിയോഗം വെച്ച് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഞങ്ങൾക്ക് കോർട്ടിൽ നിന്നും നോട്ടീസ് വന്നു, 8,833 ദിർഹത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വൈഫ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. വൈഫ് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. ജോസഫ് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. 2 പേരും ചേർന്ന് ഒരു എൻവലപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എൻവലപ്പിൻ്റെ മുകളിൽ 3833 എന്ന ഒരു എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനൊരു മെസ്സേജ് വന്നതെന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം വൈഫ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മൊബൈലിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുക എന്ന് പറഞ്ഞു. വൈഫ് അങ്ങനെ ചെയ്യുകയും വിതിൻ 1 അവർ മെസ്സേജ് വരികയും ചെയ്തു കോർട്ടിൽ നിന്ന്. മെസ്സേജിൽ എഴുതിയിരുന്നത് 3,833 രൂപ ഫൈൻ അടയ്ക്കണമെന്നായിരുന്നു. ഇത് തലേ ദിവസം രാത്രി തന്നെ മാതാവ് സ്വപ്നത്തിൽ കൂടെ വൈഫിനെ കാണിച്ചു കൊടുത്തിരുന്നു, ഇതാണ് നീ അടയ്ക്കാൻ പോകേണ്ട ഫൈൻ. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ലോയറിനെ കാണാൻ പോയി. ഞങ്ങളുടെ കൺസെൻറ്റ് അറിയിച്ചു, ഞങ്ങൾ ഈ പൈസ അടയ്ക്കാൻ തയ്യാറാണ് കോടതിയിൽ. അങ്ങനെ ലോയർ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കോടതിയിൽ. ലോയർ പറഞ്ഞു, ഇന്നെന്തായാലും ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരിക്കുന്നു, നാളെ ഫ്രൈഡേ ആണ്, നാളെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കിനി മൺഡേ കോടതിയിൽ നിന്ന് മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മൺഡേ കോടതിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ മെസ്സേജ് മാതാവ് ഞങ്ങൾക്ക് ഫ്രൈഡേ തന്നെ അയച്ചു തന്നു. ഞങ്ങളോട് മൺഡേ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു വന്നത്. മൺഡേ ഞങ്ങൾ കോടതിയിൽ പോയി അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചു, ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞു, നിങ്ങൾ മുകളിൽ സെക്ഷനിൽ പോയി പറയുക, അവർ അതിൻ്റെ ഡോക്യുമെൻ്റ് തരും, ആ ഡോക്യുമെൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പൈസ അവിടെ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാം.
ഞങ്ങൾ ചെക്കുകളെല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്ന് ആ ഡോക്യുമെൻ്റ് വാങ്ങി താഴെ വന്നപ്പോൾ റിസപ്ഷനിലുണ്ടായിരുന്ന ആൾക്ക് ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ പണം അടച്ചുവോ? ഞങ്ങൾ പറഞ്ഞു, ഈ പണം ഞങ്ങൾ അടച്ചിട്ടില്ല, ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് NOC ആണ് തന്നിരിക്കുന്നത്, പണം അടയ്ക്കാനുള്ള പേപ്പർ അല്ല, ഇത് NOC ആണ്. നിങ്ങൾക്കിനി പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് സംഭവിച്ചതും ഇതുണ്ടായതുമെല്ലാം മാതാവ് മുഖേനയും മാതാവ് മൂലവുമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം 1-2 ഓഫീസുകളിൽ ഞങ്ങൾക്ക് ക്ലിയറൻസ് എല്ലാം കിട്ടാനുണ്ടായിരുന്നു. അവിടെയെല്ലാം ഫോൺ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ചോദിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ പൈസ അടച്ചുവോ? പൈസ അടച്ചില്ല എന്ന് പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡായി, ഓക്കെ ദിസ് വിൽ ടേക്ക് 7 to 10 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് എന്ന് പറയും. അപ്പോഴെല്ലാം ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുകയും വിത്തിൻ 2 days ടൈം ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലിയറൻസും കിട്ടുകയും ചെയ്തു. ഒടുവിൽ ഞങ്ങൾക്ക് അവിടുത്തെ ലേബർ കോർട്ടിൽ നിന്ന് മെസ്സേജ് വന്നു, എല്ലാം ക്ലിയർ ആയിരിക്കുന്നു, നിങ്ങളുടെ ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഞങ്ങൾക്ക് അവിടെ നിന്ന് മാതാവ് വാങ്ങിച്ചു തന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഈ സമയത്തെല്ലാം അവിടുത്തെ ഒരു ജീവിതശൈലി കാരണം നമുക്ക് ഒരുപാട് ഉറക്കം വരും. ഒരു ദിവസം ഉറക്കം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ നിമിഷം എൻ്റെ കാറിൻ്റെ ഉള്ളിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തി തന്നു മാതാവ്. അതോടുകൂടി എൻ്റെ ഉറക്കമെല്ലാം ആവിയായിപ്പോയി, ഞാൻ നോർമലായി മാറി. അതിനുശേഷം പിന്നെ ഒരു ദിവസം എനിക്കൊരു അവിടെ എല്ലാ സ്ഥലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓവർ സ്പീഡിങ്ങിന് വേണ്ടി. എൻ്റെ അറിവിൽ നമുക്ക് സ്പീഡോമീറ്ററിൽ കാണാം നമ്മൾ ഓവർ സ്പീഡ് ആകുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഒന്നുകിൽ സാക്ഷ്യം കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കൂടുകയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ. സ്പീഡോമീറ്റർ ഓവറായി അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തു എന്ന് മനസ്സിലാവുന്ന നിമിഷം ഞാൻ മാതാവിനോട് പറയും, മാതാവേ അങ്ങയുടെ ഇഷ്ടം, ഫൈൻ അടയ്ക്കണമെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാം. പക്ഷേ എന്നെ 6 ഫൈൻ അടയ്ക്കുന്നതിൽ നിന്നും മാതാവ് രക്ഷിച്ചു. എൻ്റെ പേരിൽ 6 ഫൈൻ രജിസ്റ്റർ ആയിട്ടില്ല. ഇനി എൻ്റെ മകൻ ജോഹാനുണ്ടായിട്ടുള്ള കുറച്ച് സഹായങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതും ജോഹാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അമ്മയുടെ ഈ കേസിന് വേണ്ടി ഞാൻ ഓൺലൈൻ കവനൻ്റ് അന്ന് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ 12th സമയം നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കണമല്ലോ, ഏത് കോളേജിൽ പോകണം, ഏത് ഡിഗ്രി എടുക്കണം. ഞാൻ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോള് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ആലോചിച്ചു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് എടുക്കാം. UAE അവിടെ ഒരു അമേരിക്കൻ കോളേജ് ഉണ്ട്, അവിടെ തന്നെ പഠിച്ച് ഇറങ്ങി ഒരു നല്ല ജോലിക്ക് കയറാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കുർബാനയ്ക്ക് പോയതാണ്. അവിടെ ഞാൻ കർത്താവിനോട് ചോദിച്ചില്ല, ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല കർത്താവിനോട്. പക്ഷേ 3 വാക്കുകൾ അന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇട്ട് തരാണ് മാസിൻ്റെ ഇടയിൽ. ഒന്നാണ് മെക്കാനിക്കൽ, പിന്നെ സ്പേസ്, പിന്നെ ബിറ്റ്സ്. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആലോചിക്കാത്തൊരു സബ്ജക്റ്റായിരുന്നു. സ്പേസ് എന്നൊക്കെ വല്ല എൻസൈക്ലോപീഡിയ വായിച്ചു എന്നല്ലാതെ എനിക്ക് സ്പേസിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ബിറ്റ്സ് പിലാനി ദുബായിലൊരു ക്യാമ്പസ് ഉണ്ട്, ഞാൻ അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം ഞാൻ മൺഡേ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ കോളേജുകൾ മാത്രം ഒരു എക്സിബിഷൻ നടക്കായിരുന്നു എൻ്റെ സ്കൂളിൽ 11th and 12th കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ബിറ്റ്സ് പിലാനിയുടെ ക്യാമ്പസും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ പാംഫ്ലെറ്റിൽ മെക്കാനിക്കൽ സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോസ്പേസ് കോഴ്സാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് വെബ്സൈറ്റിൽ പല പ്രാവശ്യം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകെ 5 മെയിൻ എൻജിനീയറിങ് കോഴ്സേ അവൈലബിൾ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷേ അതൊരു പുതിയ കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അങ്ങനത്തെ ഒരു നിയോഗം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ എന്താ ചെയ്യുക, ആകെ മൊത്തം കൺഫ്യൂഷനായി. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ഇത് തന്നെ പിടിച്ച് ഈ ബിറ്റ്സിൻ്റെ ഇതിൽ തന്നെ ചേർന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിരിക്കുക. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ എൻ്റെ തുടങ്ങാൻ പോവാം സെപ്റ്റംബർ. അപ്പോൾ ബിറ്റ്സ് പിലാനിന്ന് എൻ്റെ മെയിൽ ID ഒക്കെ വന്നപ്പോൾ എനിക്ക് അവിടുത്തെ മെക്കാനിക്കൽ HODയുടെ മെയിൽ, ഇൻഡക്ഷൻ മെയിൽ, വെൽക്കം മെയിൽ പോലെ വരാണ്.
ഒക്കെ വായിച്ച് നോക്കി. ലാസ്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാർഡ്, പിന്നെ സാറിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ അടിയിൽ സാർ ഒരു വചനം എഴുതി വെച്ചിരിക്കുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ലീഡ് നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെ വിശ്വസിക്കുക, നമ്മൾ നമ്മുടെ കഴിവോ ബുദ്ധിയിലൊന്നും ആശ്രയിക്കരുത്. ഇത് കഴിഞ്ഞ് എൻ്റെ 12th ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്ക് PCMC എൻ്റെ കോർ സബ്ജക്റ്റുകളിലൊക്കെ 95 തന്ന് മാതാവ് സഹായിച്ചു. ഇതിൻ്റെ മുമ്പ് ബോർഡ് എക്സാമിൻ്റെ മുമ്പ് നമ്മൾ ആലോചിച്ചു, ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു എൻകറേജ്മെൻ്റ് ആയതിനെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ ഷാർജ പള്ളിയിൽ ധ്യാനത്തിന് വേണ്ടി വരുന്നത്. 4 ദിവസത്തെ ആ ധ്യാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചു 2 ദിവസം പോവാം, കാരണം അത് February 1st വീക്ക് അങ്ങാണ്ടായിരുന്നു. 2nd or 3rd വീക്ക് തൊട്ട് ബോർഡ് എക്സാം സ്റ്റാർട്ടാവുക. അപ്പോൾ ആ ട്യൂഷനുകളും പഠിത്തത്തിൻ്റെ തിരക്കിലും. പക്ഷെ നമ്മൾ 4 ദിവസവും കൂടി അച്ഛൻ അന്ന് പറഞ്ഞ കണ്ടിന്യൂറ്റിനെ പറ്റി, യോഹന്നാൻ 15, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത വചനങ്ങളായിരിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, അച്ഛൻ ഇവിടെയും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് കഴിഞ്ഞ് 12th ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു നീണ്ട വെക്കേഷനാണ് കോളേജിൽ ചേരുന്നവരെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ലൈസൻസ് എടുത്ത് അങ്ങോട്ട് വെക്കാം. ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ അവിടെ 4 ടെസ്റ്റാണ്, തിയറി ടെസ്റ്റ്, പാർക്കിംഗ് ടെസ്റ്റ്, അത് 2 സ്മൂത്തായിരുന്നു. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റും ഫൈനൽ ടെസ്റ്റാണ്. അസസ്മെൻറ്റ് തന്നെ ഞാൻ 3 പ്രാവശ്യം പൊട്ടിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് പാസ്സാവുന്നത്. അപ്പോൾ ഫൈനൽ ടെസ്റ്റിന് കടന്നപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഫെയിലായി വീണ്ടും. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. ഇവിടെ നമ്മൾ ഉടമ്പടി അമ്മയുടെ കേസ് ഒക്കെ മാതാവ് ഊരി തന്നപ്പോൾ നമ്മൾ ഓർത്തു, നമുക്ക് കൂടണം, നമുക്ക് ഉടമ്പടി എടുക്കണം, ഉടമ്പടി ജീവിതം ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തു. അതിലൊരു നിയോഗമായിട്ട് വെച്ചു എനിക്ക് ലൈസൻസ് കിട്ടണം. എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ ടെസ്റ്റിന് പോയി. അതെൻ്റെ 2ാമത്തെ ടെസ്റ്റ് വീണ്ടും പൊട്ടി. എന്നിട്ട് 3ാമത്തെ ടെസ്റ്റിൻ്റെ ടൈമായപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ മറന്നു. അപ്പോൾ അമ്മയുടെ ജോലി സ്ഥലത്ത് വിട്ട് ഞാനും പപ്പയും പോവാണ് ഡോക്യുമെൻറ്റ്സ് എടുക്കാണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ പപ്പയ്ക്ക് മുട്ടിനും കാലിനൊക്കെ ഒരുപാട് വേദനയൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ രൂപം നമ്മളിവിടെ ഉടമ്പടി എടുത്ത ശേഷം മേടിച്ചുകൊണ്ട് പോയിരുന്നു. ആ രൂപത്തെ നോക്കി പറഞ്ഞു, മാതാവ് ഇവിടെ ഒന്നും ഇല്ലേ, ഇപ്പോൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായപ്പോൾ മാതാവിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുല്ലപ്പൂടെ മണം സ്പ്രേ അടിച്ച പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ടെസ്റ്റിന് എത്തേണ്ടത് ഒരു തിരക്കിൽ പപ്പ പറഞ്ഞു, മാതാവ് നമുക്കിവിടെ നിന്ന് പോകണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് നിർത്തി തന്നു. ആ 3ാമത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് പാസ്സാവേണ്ട ഒരു റീസൺ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് കോളേജ് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ ഒരു 3rd ടെസ്റ്റിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കോളേജിൻ്റെ പല ക്ലാസ്സുകളും മുടക്കിയിട്ട് വേണം എനിക്ക് ലൈസൻസ് എടുക്കാൻ. അതൊരു ടെസ്റ്റ് ഫെയിലായാൽ ചിലപ്പോൾ 5 ക്ലാസ് 10 ക്ലാസ് അഡീഷണൽ എടുക്കാൻ പറയും. പെർ ക്ലാസ് 70 ദിറം ചിലവാകും. അതിൻ്റെ മുകളിൽ 300 ദിറം ഇനിയും ഫൈനൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ചിലവാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെൻഷനിൽ എന്തായാലും മാതാവ് സഹായിച്ചു. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സോളമൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മ വരാം. ദാവീദ് മരിച്ചു കഴിഞ്ഞ് സോളമൻ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുക, എനിക്ക് ഒട്ടും കഴിവില്ല, ഞാൻ വളരെ ചെറുപ്പമാണ്, ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്തെ ഇങ്ങനെ ഭരിച്ചു നടക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ 1000 ബലി സോളമൻ അർപ്പിച്ചിട്ട് ദൈവം പറയാ, നിനക്ക് എന്താ വേണ്ടേ? സോളമൻ ഡയറക്റ്റ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതിനുള്ള കഴിവില്ല. അത് ദൈവം എന്നിട്ട് സോളമൻ പറഞ്ഞു, എനിക്ക് കഴിവുകളൊന്നുമില്ല, കർത്താവ് ജ്ഞാനം തന്നാൽ മതി. ഇത് തന്നെയാണ് എനിക്ക് ഉടമ്പടിയിൽ മനസ്സിലായിട്ടുള്ളതും. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ കഴിവില്ലായ്മ മൊത്തം അങ്ങോട്ട് കാണിച്ചു വയ്ക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സ് ഒക്കെ പാലിച്ച് ഉടമ്പടി ഒക്കെ നമ്മൾ പാലിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ഇനി ഞാൻ അമ്മയ്ക്ക് പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ 5 ലാംഗ്വേജസിൽ ഇവിടുന്ന് പത്രം മേടിക്കാറുണ്ട്. അത് ലുലു മോളിൽ പോയി കൊടുക്കും, ഹോസ്പിറ്റൽസിൽ പോയി കൊടുക്കും, ചർച്ചിലും കൊടുക്കും. ബട്ട് വെരി റെയർ ആണ്, ബിക്കോസ് അവിടെ വേറെ കമ്മ്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടാഗലോഗ് പിന്നെ തമിഴ് അതൊക്കെ പള്ളിയിൽ കൊടുക്കും.
പള്ളി കൊടുക്കുമ്പം അത് ഓരോ പേപ്പറിൽ വചനം പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റേപ്ലർ ചെയ്തിട്ട് അത് കൊടുക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ ഓഫീസിൽ കുറേ അതർ രാജ്യത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഉടമ്പടി പത്രം ഓർഡർ ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ ആ പത്രം കാണുമ്പം ഭയങ്കര സന്തോഷത്തോടെ അവർ മേടിക്കുന്നത്. ബിക്കോസ് മാതാവ് എല്ലാവർക്കും ഭയങ്കര നോണാണ് ഈ വേൾഡിൽ. എല്ലാവർക്കും മാതാവിനെ അറിയാം. ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് റിലീജൻ ആയാലും അവർക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പേപ്പറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അവർ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളയിൽ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ മാതാവിനെ കാണാൻ വരണം. അങ്ങനെയും ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവർ വരുമെന്ന്. അവർ ഒരു HR ചേട്ടൻ്റെ ഓഫീസിൽ ഒരു HR ഉണ്ട്, വേറെ റിലീജൻ്റെ ആണ്. അവർ ആഗ്രഹിച്ചിരുന്നു മാതാവിൻ്റെ എന്തെങ്കിലും ഒരു രൂപോ എന്തെങ്കിലും അങ്ങനെ കിട്ടാൻ. പക്ഷെ അത് ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ചേട്ടൻ അതൊന്നും അറിയാണ്ട് അവരുടെ കയ്യിൽ കൊടുത്തപ്പം അവരുടെ കണ്ണീന്ന് വെള്ളം വന്നേ. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു പത്രത്തിൻ്റെ കൂടെ മാതാവിൻ്റെ എന്തെങ്കിലും രൂപം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ആദ്യം ഉടമ്പടിയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്ന മുന്നേ ഞങ്ങളുടെ പ്രെയർ ലൈഫൊക്കെ ഭയങ്കര അതൊരു സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. അതായത് സമയം കിട്ടിയില്ലെങ്കിൽ പ്രെയർ ഷോർട്ടാക്കും, അങ്ങനെയായിരുന്നു. ലെറ്റ്സ് ഡു ഷോർട്ട് പ്രെയർ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഫേമസ് അതൊരു ടാഗ് ലൈനായി മാറിയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയ പിന്നെ ഡേ എത്ര ഷോർട്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ ഷോർട്ടാക്കില്ല. ഇനിയിപ്പം ഞങ്ങൾ വളരെ ചുരുക്കമാണ് പുറത്ത് തിയേറ്ററിലൊക്കെ ഫിലിം കാണാൻ പോകുന്നത്. അതൊക്കെ നോക്കിയിട്ടും ചെറുപ്പം തൊട്ട് ജോഹാനെ എനിക്ക് നിർബന്ധം ഉണ്ടായി അങ്ങനെ ഇങ്ങനെ ഒന്നും പിക്ചറുകളൊന്നും കാണിക്കാണ്ട് അവനെ ഗോഡിൻ്റെ ഒരു ഷാഡോയിൽ വളർത്തണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഭയങ്കര ചൂസിയാണ് പിക്ചർ കാണാൻ പോവാൻ. ഇപ്പം അത് കാണാൻ പോവുകയാണെങ്കിലും അതിലും മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി പ്രെയർ ചെയ്യാണ്ട് എവിടെയും പോവില്ല. അങ്ങനെ പിന്നെ മുമ്പൊക്കെ ആരെങ്കിലും ഞങ്ങളോട് സ്ട്രേഞ്ചേഴ്സ് ഹെൽപ്പായിട്ട് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ കുറേ ക്വസ്റ്റ്യനിങ് ചെയ്യുമായിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, ഇതാണോ അതാണോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഞങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞങ്ങൾ അപ്പം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. ആ കാശോ എന്തെങ്കിലും ഞങ്ങൾ മാനുവലായിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിലും അത് ഈശോയുടെ നാമത്തിൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും വളരെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷാജി മാത്യു ഷാർജ തൻ്റെ കുടുംബത്തോടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തതയോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ ഷാജി മാത്യു പങ്കുവെക്കുകയും ചെയ്തത്. കാരണം ഉടമ്പെടുക്കാനുണ്ടായ കാര്യവും അതേ തുടർന്നാണെങ്കിലും പലതവണ ഇവിടെ വരാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഉടമ്പെടുക്കാതെ കണ്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും തൻ്റെ സുഹൃത്ത് നൽകിയ പച്ചത്തിരിയിലൂടെ നീലത്തിലൂടെയുമാണ് കൂടുതൽ ഉടമ്പടിയിലേക്ക് അടുക്കുന്നത്. കാരണം ആ തിരിയോട് കാണിച്ച വലിയൊരു സ്നേഹവും പ്രാർത്ഥനയും അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അത് വെറുതെ കളയരുത്, ബ്ലെസ്ഡാണ്, ആരെങ്കിലേക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ള തരത്തിലേക്ക് വന്നപ്പോൾ അത് പരിശുദ്ധമ്മയുടെ ഇടപെടലെന്നോണം അത് ഇവരുടെ കരങ്ങളിലേക്ക് തന്നെ വീണ്ടും അത് അയച്ചു കൊടുത്തുകൊണ്ടൊരു സെപ്പറേറ്റ് ബാഗിലാക്കി അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കരങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിലും ഇവിടെ ജീവിതത്തിൽ കടന്നു പോയൊരു പ്രതിസന്ധി അത് ഈ വാക്കിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ചെയ്യുന്നത് തൻ്റെ ജീവിതഭാഗങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് വരികയും എന്നാൽ
അതേ തുടർന്നാണെങ്കിലും പല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്ര രൂപ അടക്കേണ്ട രീതിയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ 8,000 ദിർഹം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ലക്ഷം രൂപ ഓളം വരും. എന്നാൽ അത് അടക്കേണ്ട രീതിയിലൊക്കെ വരുമ്പോഴും ഇവർ സ്വപ്നം കാണുകയാണ് അത് ഇത്ര രൂപ മാത്രമായിട്ട് 3000 സംതിങ് രൂപയായിട്ട് മാത്രം അടക്കേണ്ട രീതിയിലേക്ക് വരികയും, എന്നാൽ അതേ തുടർന്നുള്ള കേസുകൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പരിശുദ്ധമായ വലിയ ഇടപെടലെന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്നതും ഇവരുടെ ഭാഗത്തുനിന്നുള്ള സത്യസന്ധവും നീതിപൂർവ്വമുള്ള പെരുമാറ്റം. അത് ഇവർ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ പൈസ അടക്കേണ്ടതുണ്ടോ എന്നുള്ള തരത്തിലുള്ള NOC ആണ് ഇവിടെ കയ്യിലുള്ള പേപ്പർ എന്ന് പറയുന്നത്. കാരണം ഇവർ പൈസ അടക്കേണ്ട ആവശ്യം തരത്തിലേക്കാണ് വരുന്നത്. എന്നാൽ പൈസ അടക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ പൈസ അടക്കേണ്ട ആവശ്യമില്ലാതെ കണ്ട് വരുന്നത്. കാരണം അവിടെയുള്ള അധികാരികൾക്ക് പോലും എന്താണ് ഇവിടെ നടക്കുന്നുള്ളൊരു വളരെയേറെ ഒരു കൺഫ്യൂഷനിലേക്കാണ് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ യാതൊരു വിധമായ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഇടപെടലിലൂടെ ഇവരുടെ ആ കേസ് പിൻവലിക്കുകയും അതേ തുടർന്നാണെങ്കിലും ഇവർക്ക് ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ എന്ന രീതിയിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവിധമായ സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരുക്കി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതോടൊപ്പം തന്നെയാണെങ്കിലും ഈ കുടുംബത്തിലെ മകൻ ജോഹാൻ്റെ അനുഭവസാക്ഷികളും അവൻ ഏത് വിഷയം പഠിക്കണമെന്നുള്ള രീതിയിലേക്ക് കടന്നു വരുമ്പോഴും പ്രാർത്ഥനയിൽ ഒന്നുപോലെ അവൻ ആവശ്യപ്പെട്ടില്ല എങ്കിലും അവൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കി ഇന്ന വിഷയങ്ങൾ പഠിക്കണമെന്നുള്ളത്. അത് മെക്ബെത്ത് എയറോസ്പേസ് എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയും അതേ തുടർന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമെന്നോണം തനിക്ക് ലൈസൻസൊക്കെ പാസ്സാകുകൊണ്ട് അവിടുത്തെ ലൈസൻസ് ടെസ്റ്റ് എന്ന് പറയുക വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അത് 4 കടമ്പകളുണ്ട്. എന്നാൽ അസസ്മെൻറ്റ് ടെസ്റ്റിൽ പലതവണ ഫെയിലായിട്ടും അത് വീണ്ടും അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെയുള്ള ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ അൽത്താരയിൽ നിർത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മാളവിക. ഞാൻ പത്തനംതിട്ട അടൂരെന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആണിത്, പ്രശാന്ത് എന്നാണ് പേര്. 2025 ജൂലൈ മാസം 16-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യമാണ് ഞാൻ വെച്ചിരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കോവിഡ് ടൈമിലാണ് അറിയുന്നത്. പക്ഷേ അന്ന് എനിക്ക് കൂടുതലൊന്നും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അത് ഞാൻ കേട്ടു അങ്ങ് വിട്ടു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ എൻ്റെ ചേച്ചിയെ പോലെ കാണുന്നൊരു വ്യക്തിയുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചിയാണ് എന്നോട് ആദ്യം പറയുന്നത്, ആലപ്പുഴയിൽ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് മോളെ, അവിടെ പോകണം, അവിടെ അമ്മയെടുത്ത് നിൻ്റെ വിഷമം എല്ലാം പറഞ്ഞ ഒരു പരിഹാരം എല്ലാത്തിനും അമ്മ കാണിച്ചു തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എൻ്റെ മനസ്സിൽ പള്ളിയിൽ പോകണം എന്നുള്ളത്, അത് എന്നെ ഇവിടത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് തോന്നിയത്. പോകണം എന്നുള്ള ഇത്. അപ്പം ഞാൻ എൻ്റെ അമ്മയോടത് പറഞ്ഞു. അമ്മ ഇങ്ങനെ എൻ്റെ മനസ്സിലങ്ങ് പോകണം എന്നൊരു തോന്നലങ്ങ് വന്നുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പോകണം. അപ്പം തന്നെ ഞാൻ ഫോണിൽ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് പോകണമല്ലോ അവിടെ, എനിക്ക് ഇങ്ങനെ അങ്ങ് തോന്നുവാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ പോവാതിരിക്കുക, ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, എനിക്കും വരണമെന്നുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞ്, ചേച്ചി അതിരാവിലെ പോവും, വെളുപ്പിനെ പോവും, അതുകൊണ്ട് ഞാൻ പോയിട്ട് അവിടുത്തെ കാര്യം ഒന്നും ചേച്ചിക്കും എന്നെക്കുറിച്ച് അറിയത്തില്ല, ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പോയിട്ട് വന്നിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഉടമ്പടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് തന്നെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം തന്നു, പ്രാർത്ഥിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു തന്നു. അന്ന് സന്ധ്യ തൊട്ട് ഞാൻ അമ്മയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങി. ചേച്ചി എല്ലാം പറഞ്ഞു തന്ന ആ ഒരു ഊഹത്തിൽ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയെല്ലാം അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഹസ്ബൻഡിന് ആദ്യമൊന്നും കൃപാസനത്തിൽ വരുന്നതിനോടും അങ്ങനെ വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, നീ പൊക്കോ, പ്രാർത്ഥിച്ചോ, അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു, വാ നമുക്ക് എന്നാൽ പോകാം, പള്ളിയിൽ പോകാം. അങ്ങനെ ചേച്ചിയും ഞാനും ഹസ്ബൻഡും കൂടെ വന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ അവിടെ വിട്ടിട്ട് ഞാൻ കാറിലിരുന്നോളാം, നീ പോയി എല്ലാം ചെയ്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, അയ്യോ ചേട്ടാ കുറച്ച് സമയമൊക്കെ എടുക്കും അതിന്, അപ്പോൾ എത്ര സമയമായാലും കുഴപ്പമില്ല, ഞാൻ കാറിൽ ഇരുന്നോളാം, നിങ്ങൾ പോയി എല്ലാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ശരി, എന്തുവാണെന്നോ എനിക്കറിയത്തില്ല. പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാം,
ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വരുവാ നിൻ്റെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് ഉടമ്പടി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് എല്ലാം ചെയ്ത് ആൾ എനിക്കങ്ങ് അത്ഭുതമായിരുന്നു. എങ്ങനെ പറഞ്ഞ ആൾ പെട്ടെന്ന് ഇതെന്തോ പറ്റി എന്നും. അപ്പോൾ ചേച്ചിയും പറഞ്ഞു അയ്യോ ചേട്ടന് എന്തോ പറ്റി. അങ്ങനെ എൻ്റെ കൂടെ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ഇദ്ദേഹം ഒരു എക്സ് സർവീസ്മാൻ ആണ്, പട്ടാളക്കാരനാണ്. 2019 റിട്ടയർഡ് ചെയ്തു വന്ന ആളാണ്. ഞാൻ അമ്മയെടുത്ത് എൻ്റെ നിയോഗത്തിൽ ആദ്യം വെച്ചത് ഇദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് വെച്ചത്. 2019 തൊട്ട് ഇപ്പോൾ 6 വർഷമായി സ്ഥിരമായ ഒരു ജോലി ഇല്ലാതെ അദ്ദേഹം നിൽക്കുമായിരുന്നു. ആ സമയത്ത് ആ ഇറങ്ങിയ സമയത്ത് ഫയർഫോഴ്സിലും ഈ ട്രാഫിക് പോലീസിലോട്ട് ഈ എക്സ് സർവീസ്മെന്നെ എടുക്കുന്ന ഒരു വേക്കൻസി വന്നായിരുന്നു. ഇവരെ മാത്രം എടുക്കുന്നു. അങ്ങനെ അതിൽ അദ്ദേഹം അപ്ലൈ ചെയ്ത് കുറച്ച് പേരെ, എനിക്ക് തോന്നുന്നു ഒരു 10 പേരെയോളം അവർ ആ ലിസ്റ്റിൽ നിന്ന് വിളിച്ചുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 19 ഇദ്ദേഹത്തിൻ്റെ നമ്പർ. അപ്പം കുറച്ച് പേരെ വിളിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഉടനെ ഒന്നും വിളിക്കത്തില്ല എന്നുള്ള. അങ്ങനെ പല ജോലികളിലും ഇദ്ദേഹം പോയി. പല ജോലിയും പോയെങ്കിലും 3 മാസം അല്ലെ 6 മാസം അദ്ദേഹം അവിടെ തേക്കത്തില്ല. ഒന്നീ ഇദ്ദേഹം മതിയാക്കി ഇറങ്ങും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇറങ്ങും. അതായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ കുറേ നാൾ ഒരു 6-7 മാസം ജോലി ഇല്ലാതെ വെറുതെ വീട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു, ഒന്നുമില്ലാതെ. ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അമ്മ എന്തെങ്കിലും എനിക്ക് കാണിച്ച് തന്നേ പറ്റൂ ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യത്തിൽ. അതിനായിട്ട് ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ എനിക്കൊരു അടയാളം അമ്മ തരണം, അല്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു തീർന്ന് എനിക്കിന്ന് അടയാളം വേണം അമ്മേ. ജൂലൈ മാസം 31-ാം തീയതിക്ക് മുമ്പ് ഇദ്ദേഹത്തിന് സ്ഥിരമായൊരു ജോലി അമ്മ എനിക്ക് തന്നേ പറ്റൂ അമ്മേ, അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല അമ്മേ. ഇദ്ദേഹം ആദ്യം ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഫയർഫോഴ്സിൽ തന്നെ കിട്ടണമെന്നുള്ളത്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ ജോലി, പക്ഷേ കിട്ടിയതേ ഇല്ല. ഈ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കുന്നതും ഇല്ല. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ കിടക്കുക. ഞാനിവിടെ അമ്മയെടുത്ത് അടയാളം തരണേ അമ്മയെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്മയുടെ ആ 3 ഇതളുള്ള വലിയ മെഴുകുതിരി ഇരിക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കേട്ടല്ലോ, അമ്മ എനിക്ക് ഇതാണോ അടയാളമായിട്ട് തന്നേന്ന് ഞാൻ ചോദിച്ചു. അതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്ന് രാത്രി തന്നെ എനിക്ക് സ്വപ്നദർശനം വരുക. 7:15 എന്ന് പറഞ്ഞ ഒരു സംഖ്യ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അത് 3 പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 7:15 എന്ന് പറയുന്ന സംഖ്യ ഇങ്ങനെ പോവുക. സമയഘടികാരം നെഞ്ചിലെത്തി. അമ്മ ഇവിടെ വന്നത് 8:10 എന്നല്ലേ, അതുപോലെ എനിക്ക് 7:15 എന്ന് പറഞ്ഞ നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അമ്മേ. അപ്പം അമ്മ പറഞ്ഞു, നീ സമാധാനം എഴുതിയിട്ടിരിക്കുക, അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും, അത് കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് പറഞ്ഞു, വീണ്ടും ഫയറിലോട്ടും ട്രാഫിക്കിലോട്ടും ആളിനെ എടുക്കുന്നെന്നിങ്ങനെ പറയുന്ന കേട്ടു, ഒന്ന് പോയി അന്വേഷിക്ക്, പത്തനംതിട്ട ഫയറിലൊന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി എന്നാൽ ഞാൻ ഒന്ന് പോയി തിരക്കാം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉപ്പ് കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഇടണേന്ന്. അദ്ദേഹം അതുപോലെ തന്നെ ചെയ്ത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. കിട്ടുമെന്നും അല്ലെങ്കിൽ വിളിക്കുമെന്നും ഉടനെ എടുക്കുമെന്നും അങ്ങനെ ഒന്നും പറയുന്നില്ല. വേക്കൻസി വരട്ടെ അപ്പം നോക്കാം, ലിസ്റ്റിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങ് വിട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് വിവരം എന്നോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അറിയുന്നു ആ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവുക. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആരെയും എടുക്കത്തില്ല, ആ ലിസ്റ്റ് ഇനിയില്ല, ഇനി പുതിയ നോട്ടിഫിക്കേഷനേ വരത്തുള്ളൂ, ലിസ്റ്റിൽ ഇനി എടുക്കത്തില്ല, ആ ലിസ്റ്റ് കഴിഞ്ഞു, ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തോ അമ്മേ അടയാളമായിട്ട് തന്നതുമൊക്കെ അല്ലേ, എന്തോ അമ്മ ഞാൻ എന്ത് ചെയ്യും അമ്മേ, അമ്മ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും അമ്മ ആ ജോലി എനിക്ക് ആ ചേട്ടനും നേടിക്കൊടുത്തേ പറ്റൂ അമ്മയെന്ന് ഞാൻ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ ഞാൻ ഈ കരയുന്നാണ്ട് ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കണ്ട, അമ്മ ആ ജോലി എനിക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എത്ര ലിസ്റ്റ് ക്ലോസ് ചെയ്യാലും എങ്ങനെ ആയാലും അത് അമ്മ എനിക്ക് തന്നിരിക്കുമെന്ന് ഇദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അത് ശരിയാ ചേട്ടാ, അങ്ങനെ തന്നെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരിക. ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പത്തനംതിട്ടയിൽ ചെല്ലാനായിട്ട്
3-ാം തീയതി ചെല്ലണമെന്നും പറഞ്ഞ് കോളിംഗ് ലെറ്റർ വന്നു ഇദ്ദേഹത്തിന്. അത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വപ്നമാണോ ഇത് സത്യമാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് തന്നെ ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് ആ കോളിംഗ് ലെറ്റർ ഞാൻ അമ്മയെ കാണിച്ചിട്ട് തിരിച്ചു പോയി. അത് അപ്പം ജൂലൈ മാസം 3-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വന്നപ്പം ആ അമ്മ കാണിച്ച 7 എന്ന് പറഞ്ഞ നമ്പർ 7-ാം മാസം, ജൂലൈ 7-ാം മാസം എനിക്ക് അമ്മ 7 എനിക്ക് മെഴുകുതിരിയിലും കാണിച്ചു തന്നായിരുന്നു 7 എന്ന് പറയുന്ന നമ്പർ. ആ 7-ാം മാസം അമ്മ എനിക്ക് ആ കോളിംഗ് ലെറ്റർ ഇദ്ദേഹത്തിന് വന്നിരുന്നു. അങ്ങനെ 13-ാം തീയതി അദ്ദേഹത്തിന് ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ്ങിന് കയറി 15 എന്ന് പറയുന്ന തീയതി 7/15 ഞാൻ കണ്ടത്. 15-ാം തീയതി ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഫയർ സ്റ്റേഷനിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നതെന്നും പറഞ്ഞു അവിടുന്ന് ചേട്ടന് കിട്ടി, ആ ലെറ്ററും കിട്ടി. അങ്ങനെ 7/15 എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് അമ്മ കാണിച്ചു തന്നത് സത്യമായി. ഇവിടെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ്, അത് തന്നെ, ഇത് വേറൊന്നുമല്ല. അമ്മ മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ജോലി. ഒരുപാട് 3 വർഷമായിട്ട് ലിസ്റ്റിൽ കിടന്നതാ. ആ ലിസ്റ്റ് അനങ്ങാതെ എൻ്റെ അമ്മ ആ ലിസ്റ്റ് അവിടെ നിന്ന് അനക്കി. അതുമാത്രമല്ല, ഇദ്ദേഹം ലാസ്റ്റ് ഇദ്ദേഹത്തെയാണ് വിളിച്ചത്. 19 എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചു. അതോടുകൂടി ആ ലിസ്റ്റ് അവർ ക്ലോസ് ചെയ്തു. പിന്നെ ഇനി ആ ലിസ്റ്റിൽ നിന്ന് ആരെയും വിളിക്കത്തില്ല. ആ 19 ആമത്തെ ആൾ ഇദ്ദേഹമായിരുന്നു. ഇനി പുതിയ ലിസ്റ്റ് വന്നേ അടുത്ത ആൾക്കാരെ എടുക്കത്തുള്ളൂ. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഈ അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ജോലി തന്ന് അമ്മ ഞങ്ങളെ സഹായിച്ചു. രണ്ടാമത്തേന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇടത്തെ കഴുത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് നാളിന് മുമ്പ് ഒരു ചെറിയ നിഴലിപ്പ് പോലെ വന്നായിരുന്നു. അതിങ്ങനെ ദിവസം കഴിയുന്തോറും അതിങ്ങനെ കൂടി ഇങ്ങനെ ഒരു മഞ്ചാടി കുഴുവിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിങ്ങനെ ദിവസം കൂടുന്തോറും പോകുന്നല്ലോ, അപ്പോഴ് സർജനെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മയെ സർജനെ കാണിക്കുന്നത്? ഞാൻ ഇവിടുന്ന് അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ ഒരു സർജൻ ഉണ്ടല്ലോ അമ്മേ, നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ആ കഴുത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ആ സാധനം അവിടെ ഇല്ല. ആ നിഴലിപ്പും ആ ഒരു മുഴ പോലുള്ളത് അമ്മയുടെ ആ ഭാഗത്തില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ ഈ ഭാഗത്തല്ല, എന്നാൽ മറ്റേ ഭാഗത്തായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നോക്കി. ഇന്ന് ഈ നിമിഷം വരെ ആ ഒരു സാധനം പിന്നെ അമ്മയ്ക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സൗഖ്യം എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിനായിട്ട് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രശാന്ത്, ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ഞാൻ ആദ്യം ഇവിടെ വൈഫ് വരുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവളെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി എന്നെ അമ്മ വിളിക്കുന്നതായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമായി. ഞാൻ ഇപ്പോൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് ജോലി കിട്ടിയതെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം 197 പേരുടെ ലിസ്റ്റ് 3 വർഷമായെങ്കിലും അവസാന നിമിഷം ഒരു 4 പേരെ അവർ വിളിച്ചു. അതിൽ ഏറ്റവും അവസാനത്തെ നമ്പർ എൻ്റേതായിരുന്നു. അപ്പോൾ അതിൽ അമ്മയുടെ വലിയ ഒരു കടാക്ഷമുണ്ട്. 1000 നന്ദി അമ്മയ്ക്ക്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത് ഇവിടുന്ന് പത്രം ഞാൻ മാസം തോറും വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും തുണിക്കടകളുടെ ഫ്രണ്ടിലും ഞാൻ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പൊതിച്ചോറ് ആദ്യം ഞാൻ 5 ആയിരുന്നു, പിന്നെ ഞാനത് 6 ആക്കി, പിന്നെ 7 ആക്കി. അങ്ങനെ ഓരോ മാസവും ഞാൻ കൂട്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വാർഡിലല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ചേച്ചിയുടെ വാർഡിൽ തളർന്നു പോയ ഒരു ചേട്ടനുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവുകയും ഞങ്ങൾ 2 പേരും കൂടെ പൈസയായിട്ടും ഞങ്ങളാൽ കഴിയുന്ന പൈസയായിട്ടും ഡ്രസ്സായാലും അവിടെ ഒരു മോനുണ്ട്. ആ മോന് ഭക്ഷണവും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ മുഖാന്തരം എനിക്കറിയാവുന്ന 2 ചേച്ചി ഇവിടെ വന്ന് ഹസ്ബൻഡുമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ എണീറ്റ് ജപമാല ചൊല്ലുന്നത്. ബൈബിളും ഞാൻ വായിക്കാറുണ്ട്. ഇവിടെ ഉടമ്പടി പറഞ്ഞ പോലെ 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്.
ജപമാല ചൊല്ലാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം ഒരു ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങത്തില്ല. അത് മറ്റുള്ളവരിലോട്ടും ഞാൻ ഷെയർ ചെയ്യും. ഒരു ചൊവ്വാഴ്ച പോലും ഞാൻ മുടങ്ങത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം എനിക്കിപ്പോൾ മനസ്സിൽ വന്ന് എൻ്റെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ ഓടി വന്ന് അച്ഛൻ്റെ സംസാരം കേൾക്കും. അച്ഛൻ്റെ ആ ഒരു ശബ്ദം എനിക്കൊന്നും കേട്ട ഒരു സമാധാനമാണ്. ഒന്നുകിൽ ഡെയിലി ബ്രെഡിൻ്റെ കേൾക്കും, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ കേൾക്കും. അച്ഛൻ്റെ ശബ്ദം കേട്ടതാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ കേൾക്കും. ആ ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമായ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഓടി വന്ന് ഞാൻ കേൾക്കും. ഉടമ്പടി വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ടവർക്കായാലും ഓരോരുത്തരെയും നമ്മൾ മറ്റേത് റോട്ടിൽ കൂടെ പോകുമ്പോഴൊന്നും ആരെയും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം എവിടെ ആരെ കണ്ടാലും എനിക്ക് മനസ്സിൽ തോന്നും, അയ്യോ ഇതൊരു പാവമാണല്ലോ, അല്ലെങ്കിൽ അതൊരു പാവം കുഞ്ഞാണല്ലോ, അല്ലെങ്കിൽ പാവം ഒരാളാണല്ലോ. അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഞാൻ അവർക്ക് നൽകും. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അതല്ല അവർക്ക് എന്തുവാണോ വേണ്ടതെന്ന് വെച്ച് എന്നാൽ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നടത്തി തന്ന എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മരണം വരെ ഇനി ഈ ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യും. ഇത്രയും അനുഭവങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും 1000 നന്ദി. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരം വരുളും. വലത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. സങ്കീർത്തനം 20:6 ദൈവത്തിൻ്റെ രക്ഷയിലും വിശ്വസ്തതയിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ കേൾക്കുന്ന ദൈവസ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടുത്തെ ശക്തിയും സംരക്ഷണവും ഉടമ്പടി മക്കൾക്ക് എപ്പോഴും ഉറപ്പാണ്. മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം. ചിലപ്പോൾ ഉത്തരം കിട്ടാനായിട്ട് അല്പം വൈകും, എങ്കിലും ഒരിക്കലും ദൈവം മൗനമായി നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് മാലവിക പ്രശാന്ത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ഈ മാലവികയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിൽ ജോലിയായിരുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ജോലിയില്ലാതെ പല സ്ഥലങ്ങളിൽ ജോലിക്കായി അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നീട് അറിഞ്ഞു ഫയർഫോഴ്സിൽ വേക്കൻസി ഉണ്ട്. അവിടെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ വരികയും ചെയ്തു. പക്ഷേ വീണ്ടും 3 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീടാണ് സ്വന്തം ചേച്ചി കൃപാസനത്തെ പറ്റി അറിയുകയും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് ഈ ചേച്ചി തന്നെയാണ് അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വരികയും, പക്ഷേ ആദ്യം വന്നപ്പോൾ തന്നെ മകൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ കയറില്ല, ഞാൻ വണ്ടിയിലിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വന്ന പ്രശാന്ത് പിന്നീട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഉൾപ്രേരണ തോന്നി. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാനായിട്ട് നമ്മൾ തോന്നിയല്ല, നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആ ഉൾപ്രേരണ മാതാവ് തന്നെയാണ് ഒരുപക്ഷെ ഈ മനു കൊടുത്തത്. അങ്ങനെ ഇവിടെ കൂട്ടിനായി വന്ന പ്രശാന്ത് വൈഫിനോടൊപ്പം ക്ലാസ്സിൽ പോവുകയും പിന്നീട് മരിയൻ ഉടമ്പടി എടുക്കുകയുമായിരുന്നു. പിന്നീടുള്ള ജീവിതത്തെപ്പറ്റി പറയുന്നതെല്ലാം നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മകൾ പ്രാർത്ഥിച്ചത് 3 പ്രാവശ്യം പുതുക്കി 3-ാം പുതുക്കലിലാണ് ഈ മകൾ ഒരടയാളം അന്വേഷിക്കുന്നത്. അമ്മ മാതാവെ, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊരടയാളം നൽകണേ എന്ന്. അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പ്രശാന്തിൻ്റെ കയ്യിൽ മെഴുകുതിരിയാണ് പ്രദക്ഷിണത്തിന് ലഭിച്ചത്. അപ്പോൾ തന്നെ ഒരു ചെറിയ അടയാളമായിട്ട് മാലവിക്ക് തോന്നി. പിന്നീട് അന്ന് തന്നെ ഒരു സ്വപ്നത്തിൽ തന്നെ 7-5-7-15 എന്ന നമ്പർ 3 പ്രാവശ്യം സ്ക്രോൾ ചെയ്തു. അതും ഈ മകൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി എത്തിയപ്പോൾ 8-10 എന്ന് കാണിച്ചത് ഈ മകൾ മനസ്സിലായി. അത് ഓർത്തു. അപ്പോൾ ഈ മകൾ വിചാരിച്ചു എന്തായിരിക്കാം ഈ 7-15 എന്ന നമ്പർ. പിന്നീടാണ് മനസ്സിലായത് അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ആ ഫയർഫോഴ്സിൽ ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുപോയി വേക്കൻസിയെ പറ്റി അറിയാൻ പോയപ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പുമായിട്ടാണ് പ്രശാന്ത് പോയിരുന്നത്. അങ്ങനെ ഈ മകൾ വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പ്രശാന്ത് മടിച്ചു നിന്ന ആ പ്രശാന്ത് തന്നെയാണ് മാലവികയോട് പറയുന്നത്, വിഷമിക്കേണ്ട, പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തന്നെ തരും.
നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട എന്ന് പ്രശാന്ത് തന്നെ മാലവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും അടുത്ത ലിസ്റ്റ് വരികയാണ്. ആ ലിസ്റ്റ് വന്നപ്പോഴത്തേന് 4 പേർ, ആദ്യം ഒരു ലിസ്റ്റ് വന്നു, അവിടെ പ്രശാന്തിൻ്റെ പേരില്ലായിരുന്നു. പിന്നീടുള്ള ലിസ്റ്റിനാണ്, ഫസ്റ്റ് ലിസ്റ്റിൽ 15 പേരാണ് വിളിച്ചത്. പിന്നീട് സെക്കൻഡ് ലിസ്റ്റിൽ 4 പേരിൽ 4ാമത്തെ ആളായിട്ടാണ് പ്രശാന്തിന് സെലക്ഷൻ ആവുന്നത്. അതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 വർഷം ലിസ്റ്റിൽ കിടന്ന ഈ പേര് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ പേര് വരണമെങ്കിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, കൃപാസനം അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥ ഇടപെടലിലൂടെയാണ് ഈ മണി കിട്ടിയെന്നാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും മെറിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെയും ആ മെറിറ്റ് ഉണ്ടായിരുന്ന ആ വ്യക്തി ആയിരുന്നേ പോലും 4ാമത് സെലക്ഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റായിട്ട് നെയിം വെച്ചത് ക്ലോസ് ആവുകയാണ് ആ ലിസ്റ്റ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ വലിയ സാന്നിധ്യമാണ്. നമുക്ക് കഴിവില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ആ നിമിഷങ്ങളിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ പ്രശാന്തിന് ഇന്ന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. 31 എന്ന ഡേറ്റ് ഇട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മയോട് പറഞ്ഞതും അതുതന്നെയാണ്, ജൂലൈ 31 മുമ്പ് അമ്മയെ എനിക്ക് ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഇന്ന് ജൂലൈ 31 പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് മാലവികയും ഹസ്ബൻഡ് പ്രശാന്തും വന്നിരിക്കുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് അമ്മയുടെ രോഗസൗഖ്യവും. കഴുത്തിലുണ്ടായിരുന്ന ഒരു മുഴയുടെ കാര്യം പറഞ്ഞത്, ഉടമ്പടി തൈലം തേച്ച് മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഹോസ്പിറ്റലിലും പോയില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ മകൾ പറഞ്ഞത്, ഏറ്റവും വലിയ സർജൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നാണ്. ആ സർജൻ്റെ അടുത്ത് പോയാണ് പ്രാർത്ഥിച്ചത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് കൊടുത്തു, തൈലം തേച്ചു പ്രാർത്ഥിച്ചു. ആ മുഴ ഡിസപ്പിയറായി, അപ്രത്യക്ഷമായി. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ കൈവിടില്ലാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം രോഗസൗഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മക്കൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പൊതിച്ചോറ് കൊടുക്കുകയും തളർന്ന വീൽചെയറിൽ നിൽക്കുന്ന രോഗികളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ, ഇതൊന്നും ഈശോയും അമ്മയും കാണാതെ പോകുന്നില്ല. നമ്മൾ ഓരോ കാര്യവും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. ഈ മക്കൾ, അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ മമ്മയോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശോയുടെ മമ്മയുടെ സാന്നിധ്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലാണ് യഥാർത്ഥ വിജയം എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ സഹായം മനുഷ്യശക്തിയിൽ നിന്നല്ല, കർത്താവിൽ നിന്നാണ്. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും തൻ്റെ ശക്തിയാൽ എന്നെ നല്ല രീതിയിൽ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട്